ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രോയിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഇത് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പുതിയ ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അൺബോക്സ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് HP, 2B, 4B, 6B, 8B, 10B അങ്ങനെ 6 പെൻസിൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ഈ ഒരു പെൻസിൽ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് വാങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നല്ല പെൻസിലാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന പെൻസിൽ അപ്സരയുടെ പെൻസിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ചിരുന്നത് കൂടുതലും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരുപാടായിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു പെൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഇത് ഉപയോഗിച്ച് ഞാൻ കുറേ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഓൾഡ് വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഉള്ളത് ക്യാമലിൻ്റെ ലെഡ് പെൻസിലാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് ഔട്ട്ലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിപ്പോൾ ലെഡ് പെൻസിലെല്ലാം ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ HP പെൻസിലോ അങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മായ്ക്കാനൊക്കെ എളുപ്പമുണ്ട്. തെറ്റിപ്പോലെ മായ്ച്ചിട്ടൊക്കെ വീണ്ടും വരയ്ക്കാനൊക്കെ ഇങ്ങനെയുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. പിന്നെയുള്ളത് പേപ്പർ സ്റ്റമ്പ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു പാക്കറ്റിൻ്റെ അത് എനിക്ക് 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് യൂസ് ചെയ്യാത്തത് കണ്ടാൽ മനസ്സിലാകും. കാരണം നിറമുണ്ട്, യൂസ് ചെയ്യുന്നതിന് ചില അഴുക്കൊക്കെ ഉണ്ട്. ബാക്കി 3 നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം കോട്ടൺ ബഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലെൻഡിങ് കൂട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ ഉള്ളത് ബ്രഷാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെയറൊക്കെ വരയ്ക്കുമ്പം കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും ബ്രഷ് ഉണ്ടെങ്കിൽ. പിന്നെ ഫേസിലൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാണ്. ഇത് 16 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ ബ്രഷ്. പിന്നെ ഉള്ളത് ഈ കറുത്ത ബ്രഷ് ഞാൻ വാങ്ങിയത് ഓൺലൈനാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് ഒരു പാക്കറ്റിൽ 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ബാക്കി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്താണ് ആ 4 ബ്രഷ് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അതിൽ എല്ലാ ബ്രഷും തന്നെ സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബ്രഷ് വാങ്ങിയൊക്കെ നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇറേസറാണ്. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പേന മതി. നമുക്കത് അതിന് മുൻവശം കട്ട് ചെയ്തിട്ട് ആ ഹോളിലൂടെ നമുക്ക് ഇറേസറിൻ്റെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ലൈൻസൊക്കെ മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് ഫേസിലാണെങ്കിൽ ചെറിയ ചെറിയ ഏരിയാസൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇറേസറായിരിക്കും എളുപ്പം. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഓൾഡ് വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്യുക, എടുക്കാൻ പറ്റും. ഇത് സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മോണോ ഇറേസർ വാങ്ങിയാൽ മതി. ഓൺലൈൻ വാങ്ങാൻ കിട്ടും, പക്ഷേ ഇച്ചിരി വിലയുണ്ടെന്ന് തോന്നുന്നു. ഞാനത് വാങ്ങിയിട്ടില്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഉള്ളത് സ്കെയിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ റിലയൻസ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. നമുക്ക് A4 റിലയൻസ് ഇടാൻ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
അതുപോലെ 15 സെൻറ്റിമീറ്റർ സ്കെയിലും ഒരെണ്ണമുണ്ട് വേറെ. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സ്കെയിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ സ്കെയിൽ. അപ്പം ഇത് 15 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ യൂസ് വരുന്നില്ല. അപ്പോൾ എല്ലാം വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം വാങ്ങി വെക്കില്ല, അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് പെൻസിൽ കട്ടറാണ്. അത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ കട്ടർ തന്നെയാണ്. അതിലൊരെണ്ണം അപ്സരയുടെയും ഒരെണ്ണം നടരാജാന്ന് തോന്നുന്നു. 2 കട്ടറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ഇത്ര മെറ്റീരിയൽസ് ഒന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് ഒരു കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയാൽ മതി. ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു ഇറേസർ, ഒരു കട്ടർ, ഒരു സ്കെയിൽ, അങ്ങനെയൊക്കെ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഡ്രോയിങ്ങിൽ കുറച്ചുകൂടെയൊക്കെ ഇന്ന് ഇമ്പ്രൂവ് ആയി വന്നിട്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വന്നിട്ട് മെറ്റീരിയൽസൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ഈ ഒരു ആർട്ട് പെൻസിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഇനിയും പുതിയ പെൻസിലൊക്കെ വേറെ കമ്പനിയുടെ പെൻസിലൊക്കെ വാങ്ങുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്രത്യേകം ഇടാം. അപ്പോൾ ഞാൻ ഓരോ പെൻസിലും വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യാം. അതുപോലെ എന്ത് ഡ്രോയിങ് മെറ്റീരിയൽസ് പുതിയത് വാങ്ങിയാലും ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അതിൻ്റെ അത് ഇടുന്നുണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം മിസ്സിങ് ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഡ്രോയിങ് പേപ്പറിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഞാൻ പ്രത്യേക വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ഒരു പേപ്പറിനെ കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് പറയാം. അപ്പം നിങ്ങൾ കണ്ടിട്ട് ആ ഒരു പേപ്പർ നിങ്ങൾ വാങ്ങണം നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോക്കകത്ത് പറയാം. അപ്പോൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇത്തരം സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെക്കുക. അല്ലെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാതെ ജസ്റ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് തുടങ്ങിയില്ലേ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസൊക്കെ ഒന്ന് വാങ്ങി വെക്കുക. അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്നവരൊക്കെയാണെങ്കിൽ അതൊക്കെ തന്നെ മതി. പിന്നെ കാർട്ടണിലെ പെൻസിൽ വാങ്ങി നോക്കണമെങ്കിൽ നോക്കാം. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ ഓരോ ഗ്രേഡ് ഉണ്ടല്ലോ. അപ്പം 10B 8B അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉള്ള പെൻസിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്യുക. അതുപോലെ പേപ്പർ സ്റ്റെമ്പാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വാങ്ങി നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കോട്ടൺ ബഡ്സോ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പവും പിന്നെ കുറച്ച് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ആ പേപ്പർ സ്റ്റെമ്പ് ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ എനിക്കാണെങ്കിലും ഇത് പുതിയത് വാങ്ങിയപ്പോൾ ഒരു കൗതുകമായിരുന്നു. നമുക്ക് വാങ്ങി നോക്കണമെന്നൊരു ഇതില്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.